Hi everyone, welcome back. It's me Tanzira from Rich Edu. I'm here before you to discuss about Rowan plan. It is another premium plan, and in the previous video I discussed about Halsey premium plan, and now I move to Rowan plan. This is second bonus premium plan. That is, this plan was introduced by David Rowan in 1901. Here a standard time is fixed for each job or operation, and the bonus given to the workers is calculated on the basis of time saved, and the amount of bonus or the percentage of bonus or the rate of bonus is not a fixed one, as in the case of Halsey, but it is varied according to the time saved. That is, here in the case of Rowan plan, a standard time is fixed for each job or operation, and the worker is allowed to work according to the direction given to him, and if he complete the work before the standard time, he is able to get a certain amount of bonus, and this amount is varied according to the time saved by the employee. That is, ഒരു സ്റ്റാൻഡേർഡ് ടൈം ഓരോ ജോബിനും അല്ലെങ്കിൽ ഓരോ ഓപ്പറേഷനും ഫിക്സ് ചെയ്യും. എന്നിട്ട് വർക്കർക്ക് ആ ജോബ് അല്ലെങ്കിൽ ആ ഓപ്പറേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ ഇൻസ്ട്രക്ഷൻസ് കൊടുക്കും. വർക്കർ ആ കൊടുത്ത ജോബ് നമ്മൾ പറഞ്ഞ സ്റ്റാൻഡേർഡ് ടൈമിന് മുമ്പേ അയാൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അയാൾ ആക്ച്വൽ ടൈം ടേക്കൺ എത്രയാണെന്ന് നോക്കും. ഈ ആക്ച്വൽ ടൈം ടേക്കണും അയാൾക്ക് അലോട്ട് ചെയ്ത് കൊടുത്ത സ്റ്റാൻഡേർഡ് ടൈമും തമ്മിലുള്ള ഡിഫറൻസ് നോക്കും. ആ ഡിഫറൻസ് ആണ് ഇവിടുത്തെ ടൈം സേവ്ഡ് എന്ന് പറയുന്നത്. ആ ടൈം സേവ്ഡിൻ്റെ മേലെയാണ് നമ്മൾ ബോണസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. So here there is an equation for calculating the total earnings under Rowan plan. That is, total earnings is equal to T into R plus S minus T divided by S into T into R. T into R plus S minus T divided by S into T into R. Then ഒരു കാര്യം കൂടി, ഇവിടെ ബോണസിൻ്റെ എമൗണ്ട് ഫിക്സഡ് അല്ല എന്ന് ഞാൻ പറഞ്ഞു. പക്ഷേ ഹോൾസെയിൽ പ്ലാനിൽ ഇതിന് മുമ്പേ ഡിസ്കസ് ചെയ്ത ക്ലാസ്സിൽ ഹോൾസെയിൽ പ്ലാനിനെ കുറിച്ച് ഞാൻ മെൻഷൻ ചെയ്തിരുന്നു. അവിടെ ഒരു ഫിക്സഡ് പെർസെൻറ്റേജ് ഓഫ് ബോണസ് ആണ്. അതായത് അവിടെ ഇക്വേഷനിൽ തന്നെ പറയുന്നുണ്ട്, ഹോൾസെയിൽ പ്ലാനിൽ ടി ഇൻറ്റു ആർ പ്ലസ് എസ് മൈനസ് ടി ഇൻ 50% ഓഫ് എസ് മൈനസ് ടി ഇൻറ്റു ആർ. അതായത് എത്രയാണോ ഒരു വർക്കർ ടൈം സേവ് ചെയ്തത് അതിൻ്റെ മുകളിലുള്ള കാൽക്കുലേറ്റ് ചെയ്യുന്ന വേജസിൻ്റെ 50% എന്നൊരു പ്രത്യേക സ്പെസിഫിക് റേറ്റ് അവിടെ പറയുന്നുണ്ട്. പക്ഷേ ഇവിടെ ഒരു പ്രത്യേക സ്പെസിഫിക് റേറ്റ് പറയുന്നില്ല. ഇവിടുത്തെ ബോണസ് ടൈം സേവ്ഡിനനുസരിച്ച് വാരി ചെയ്തുകൊണ്ടിരിക്കും എന്ന് മാത്രമേ പറയുന്നുള്ളൂ. സോ അതുകൊണ്ട് തന്നെ ഈ റോവൻ പ്ലാന് ഹോൾസെയിൽ പ്ലാനെ കമ്പയർ ചെയ്യുമ്പോൾ, അതായത് ഹോൾസെയിൽ പ്ലാന് അങ്ങനെ ഒരു ഫിക്സഡ് റേറ്റ് ഓഫ് ബോണസ് പറഞ്ഞതുകൊണ്ട് ചില ഡ്രോബാക്സ് ഉണ്ട്. അറ്റ് ദ സെയിം ടൈം ഹോൾസെയിൽ പ്ലാൻ അതിൻ്റേതായ അഡ്വാൻറ്റേജസ് ഉണ്ട്. അപ്പോൾ ഹോൾസെയിൽ പ്ലാൻ്റെ ഡ്രോബാക്ക് നമ്മൾ എടുത്ത് പറയുകയാണെങ്കിൽ അതിൽ പറയുന്ന ഒരു പോയിൻ്റാണ്, ക്വാളിറ്റി ഓഫ് വർക്ക് മേ റെഡ്യൂസസ് ബിക്കോസ് the workers are in a hurry to save more and more time in order to get 50% of bonus, and they are not concentrating about the quality of the work to be produced. അതായത് ടൈം സേവ് ചെയ്തതിൻ്റെ മുകളിൽ എത്രയാണോ വേജസ് നമ്മൾ നോർമൽ റേറ്റ് പ്രകാരം കാൽക്കുലേറ്റ് ചെയ്യുന്നത് അതിൻ്റെ 50% ബോണസായിട്ട് കിട്ടും. അപ്പോൾ വർക്കേഴ്സ് എല്ലാം ഹറിബറി ആയിരിക്കും. അതായത് എത്രയും പെട്ടെന്ന് തന്നെ വർക്ക് കംപ്ലീറ്റ് ചെയ്യണം എന്നുള്ളൊരു ഹറിബറിയിൽ പെട്ടെന്ന് സ്പീഡിൽ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ മേ ബി ചില സമയം നമ്മൾ പ്രോഡക്റ്റിൻ്റെ ക്വാളിറ്റി അവിടെ കുറയാൻ സാധ്യതയുണ്ട്. അതാണ് ഹോൾസെയിൽ പ്ലാൻ്റെ ഒന്നാമത്തെ ലിമിറ്റേഷൻ എന്ന് പറയുന്നത്. കാരണം അവിടെ ഓൾറെഡി ബോണസ് എമൗണ്ട് ഫിക്സഡ് ആണ്. അപ്പോൾ എല്ലാവരും ആ 50% ഓഫ് ബോണസ് കിട്ടാനുള്ള ഒരു തിരക്കിലായിരിക്കും. അവർ ദേ ആർ നോട്ട് കോൺസെൻട്രേറ്റ് അബൌട്ട് ദ ക്വാളിറ്റി ഓഫ് ദ വർക്ക് ടു ബി പ്രൊഡ്യൂസ്ഡ്. ദ നെക്സ്റ്റ് ഡിമെറിറ്റ് എന്ന് പറഞ്ഞാൽ, ദ വർക്കേഴ്സ് ക്രിട്ടിസൈസ് ദിസ് മെത്തേഡ് ഓൺ ദ ഗ്രൗണ്ട് ദാറ്റ് ദ എംപ്ലോയർ ഗെറ്റ്സ് എ ഷെയർ ഓഫ് വേജസ് ഓഫ് ടൈം സേവ്ഡ്. അതായത് വർക്കേഴ്സിൻ്റെ പോയിൻ്റ് ഓഫ് വ്യൂവിൽ അവർ ഈ മെത്തേഡിനെ ക്രിട്ടിസൈസ് ചെയ്യുന്നുണ്ട്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ വർക്കേഴ്സാണ് വർക്ക് ചെയ്യുന്നത്, അവരെത്ര മണിക്കൂറാണോ ടൈം സേവ് ചെയ്യുന്നത് ആ മണിക്കൂറിൻ്റെ 50% മാത്രമേ അവർക്ക് അതിൻ്റെ ബോണസ് കിട്ടുന്നുള്ളൂ. ബാക്കി അതിൻ്റെ 50% എംപ്ലോയർക്കാണ് പോകുന്നത്. അതുകൊണ്ട് വർക്കേഴ്സിൻ്റെ ഇടയിൽ ഒരു ക്രിറ്റിസിസം അവിടെ നടക്കുന്നുണ്ട്. കാരണം ദ എംപ്ലോയർ ഗെറ്റ് 50% ഓഫ് ദ വേജസ്, 50% ഓഫ് ദ വേജസ് according to the time saved by the worker.
അവരെത്രയാണോ ടൈം സേവ് ചെയ്ത് അതിൻ്റെ ഒരു പോർഷൻ, ആ ബോണസിൻ്റെ ഒരു പോർഷൻ എംപ്ലോയർക്കും കൂടി കിട്ടുന്നത് കൊണ്ട് വർക്കേഴ്സ് ഈ മെത്തേഡിനെ ക്രിട്ടിസൈസ് ചെയ്തിട്ടുള്ളത് ഹോൾസെയിൽ പ്ലാനിന്. ദെൻ അതിൻ്റെ അഡ്വാൻറ്റേജ് പറയുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ദിസ് മെത്തേഡ് ഗ്യാരണ്ടീസ് ടൈം വേജസ് ടു വർക്കേഴ്സ്. അതായത് എത്ര മണിക്കൂറാണോ അയാൾ വർക്ക് ചെയ്തത് ആ മണിക്കൂറിന് ഇൻറ്റു എത്ര എമൗണ്ടാണോ ഒരു മണിക്കൂറിനുള്ള കൂലി, ആ രീതിയിലുള്ളൊരു എമൗണ്ട് അവിടെ ഫിക്സഡ് ആണ്. ടൈം സേവ് ചെയ്താൽ മാത്രമേ ബോണസ് കിട്ടുള്ളൂ. പിന്നെ വേറൊരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോയിൻ്റാണ്, അത് നമുക്ക് അഡ്വാൻറ്റേജായും ഡിസഡ്വാൻറ്റേജായും രണ്ട് രീതിയിൽ നമുക്ക് എഴുതാൻ പറ്റും. അഡ്വാൻറ്റേജായി പറയുന്ന സമയത്ത് ദ വേജസ് ഓഫ് ടൈം സേവ്ഡ് ആർ ഷെയർഡ് ബോത്ത് ബൈ ദ എംപ്ലോയർ ആൻഡ് എംപ്ലോയീസ്, സോ ഇറ്റ് ഈസ് ഹെൽപ്ഫുൾ ഇൻ റെഡ്യൂസിങ് ദ ലേബർ കോസ്റ്റ് പെർ യൂണിറ്റ്. അതായത് ടൈം സേവിൻ്റെ അഡ്വാൻറ്റേജ് അല്ലെങ്കിൽ ബോണസിൻ്റെ അഡ്വാൻറ്റേജ് ഈക്വലി എംപ്ലോയർ ആൻഡ് എംപ്ലോയി ഷെയർ ചെയ്യുന്നത് കൊണ്ട് ഇറ്റ് ഈസ് വെരി ഹെൽപ്ഫുൾ ഇൻ റെഡ്യൂസിങ് ദ ലേബർ കോസ്റ്റ് പെർ യൂണിറ്റ്. ലേബർ കോസ്റ്റിനെ ഒരു പരമാവധി വരെ കുറക്കാൻ വേണ്ടി പറ്റും. അത് അഡ്വാൻറ്റേജ് ആയിട്ട് പറയുമ്പോൾ ഇങ്ങനെ പറയാം. ഡിസഡ്വാൻറ്റേജ് ആയിട്ട് പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വർക്കേഴ്സ് ഈ മെത്തേഡിനെ ക്രിട്ടിസൈസ് ചെയ്യുന്നുണ്ട്. എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ടൈം സേവ് ചെയ്യുന്നത് വർക്കേഴ്സാണ്, അവർക്കാണ് ബോണസ് കിട്ടുന്നത്. ആ ബോണസിൻ്റെ 50% മാത്രമേ എംപ്ലോയിക്ക് കിട്ടുന്നുള്ളൂ, ബാക്കി 50% എംപ്ലോയർ എടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഈ ഒരു സെയിം പോയിൻ്റ് തന്നെ രണ്ട് രീതിയിൽ നമുക്കത് ഡിഫൈൻ ചെയ്യാം. പിന്നെ വേറൊരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ it makes distinction between efficient and inefficient workers because it provides increasing incentive to efficient workers. ഈ ഒരു പോയിന്റ് രണ്ട് രീതിയിലും പറയാൻ പറ്റും നേരത്തെ പറഞ്ഞതുപോലെ. അതായത് ഈ ഒരു മെത്തേഡ് വർക്കേഴ്സിനെ രണ്ട് രീതിയിൽ ഡിവൈഡ് ചെയ്യുന്നുണ്ട്, എഫിഷ്യൻറ്റ് വർക്കർ ആൻഡ് ഇൻഎഫിഷ്യൻറ്റ് വർക്കർ. ഇത് ചില സമയം ഇൻഎഫിഷ്യൻറ്റ് വർക്കർ പോയിന്റ് ഓഫ് വ്യൂ ചിന്തിക്കുമ്പം അതൊരു ഇൽ ഫീലിംഗ് വരും, ഒരു നെഗറ്റീവായിട്ട് വരാം. അറ്റ് ദ സെയിം ടൈം ഇത് എഫിഷ്യൻറ്റ് വർക്കറിൻ്റെ പോയിന്റ് ഓഫ് വ്യൂ ചിന്തിക്കുമ്പോൾ ഒരു നല്ല മെത്തേഡാണ്. കാരണം എഫിഷ്യൻറ്റ് വർക്കർക്ക് എന്തായാലും എന്ത് കിട്ടുന്നുണ്ട്, അവർ എഫിഷ്യൻസിക്ക് അനുസരിച്ചുള്ള അവരെത്ര മണിക്കൂറാണോ ടൈം സേവ് ചെയ്തിട്ടുള്ളത് അതിന് കണക്കായിട്ട് അതിൻ്റെ മേലെ 50% ബോണസ് അവർക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ എഫിഷ്യൻ്റ് ആൻഡ് ഇൻഎഫിഷ്യൻറ്റ് വർക്കർ എന്ന് പറയുന്ന രണ്ട് ഡിസ്റ്റിങ്ഷൻ ഈ മെത്തേഡിലൂടെ ഫോം ചെയ്യാൻ വേണ്ടി പറ്റും. അറ്റ് ദ സെയിം ടൈം എഫിഷ്യൻറ്റ് വർക്കേഴ്സ് കൂടുതൽ ഇൻസെൻറ്റീവ് കൂടി കിട്ടും. So these are the advantages and disadvantages of Halsey plan. Then coming to Rowan plan once again. Rowan plan is introduced by David Rowan in 1901. Here a standard time is fixed for each job and the bonus is calculated according to the time saved, and the rate of bonus or the amount of bonus or the percentage of bonus is not a fixed one as in the case of Halsey, but it varies according to the time saved. So an equation T into R plus S minus T divided by S into T into R. So here T stands for time taken by the employee, R stands for rate per hour, S stands for standard time fixed for each job or operation. So let's move to an illustration. A worker complete a job in certain number of hours. The standard time allowed for the job is 10 hours and the hourly rate of wages is ₹1. The worker earns at the 50% rate a bonus of ₹2. Ascertain his total earnings under Rowan plan. This is the question once again. A worker complete a job in certain number of hours. ഒരു കുറച്ച് സമയത്തിൻ്റെ ഉള്ളിൽ ഒരു വർക്കർ ആ ജോലി കംപ്ലീറ്റ് ചെയ്യും എന്ന് മാത്രമേ അവിടെ പറഞ്ഞുള്ളൂ. എത്ര മണിക്കൂറാണ് അയാൾ ആ ജോബ് കംപ്ലീറ്റ് ചെയ്യാൻ എടുത്തത് എന്നുള്ള ആക്ച്വൽ ടൈം ടേക്കൺ അല്ലെങ്കിൽ ടി എന്ന് പറയുന്ന ഒരു വാല്യൂ ആ ക്വസ്റ്റ്യനിൽ അവിടെ തന്നിട്ടില്ല. The standard time S is given as allowed for the job is 10 hours. This 10 hour meant for standard time, that is S, and T is not directly given in the question, and the worker is allowed to get ₹1 per hour. ഒരു മണിക്കൂറിന് ₹1 കൂലി കിട്ടും. അതായത് R is also given, R given ₹1, S given 10 hours, T is not given. And together with the worker earns at the 50% rate a bonus of ₹2. അതായത് വർക്കർക്ക് എന്ത് കിട്ടുന്നുണ്ട്, ₹2 ബോണസ് കിട്ടുന്നുണ്ട്. ഈ ₹2 ബോണസ് എന്ന് പറയുന്നത് ടൈം സേവ്ഡിൻ്റെ 50% ആണെന്ന് കൂടി അതിൽ പറഞ്ഞിട്ടുണ്ട്. ദി വർക്കർ ഏൺസ് അറ്റ് ദ 50% റേറ്റ് എ ബോണസ് ഓഫ് ₹2.
ദാറ്റ് മീൻസ് വർക്കർക്ക് ബോണസ് 2 രൂപ കിട്ടുന്നുണ്ട്. ഈ 2 രൂപ എന്ന് പറയുന്നത് ടൈം സേവ്ഡിൻ്റെ 50% ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. എസർട്ടൈൻ ഹിസ് ടോട്ടൽ ഏർണിങ്സ് അണ്ടർ റോവൻ പ്ലാൻ. റോവൻ പ്ലാൻ പ്രകാരം അയാളുടെ ടോട്ടൽ ഏർണിങ്സ് എസർട്ടൈൻ ചെയ്യാനാണ് നിങ്ങളടുത്ത് പറഞ്ഞത്. അപ്പോൾ നമുക്ക് ഈ ഇക്വേഷൻ അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇക്വേഷൻ്റെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ പറയുന്നത് ടോട്ടൽ ഏർണിങ്സ് ഈസ് ഈക്വൽ ടു ടി ഇൻറ്റു ആർ പ്ലസ് എസ് മൈനസ് ടി ഡിവൈഡ് ബൈ എസ് ഇൻറ്റു ടി ഇൻറ്റു ആർ. അപ്പോൾ ഇക്വേഷൻ്റെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ നമുക്ക് എന്ത് വേണം, ആ വർക്കർ എത്ര ടൈമിൻ്റെ ഉള്ളിലാണോ ഈ ജോലി കംപ്ലീറ്റ് ചെയ്തത് എന്നുള്ളത് നമ്മൾ അറിയണം. അതായത് ടി നമ്മൾ അറിയണം. സോ ടി ഈ ക്വസ്റ്റ്യനിൽ ഡയറക്റ്റ്ലി തന്നിട്ടില്ല. അപ്പോൾ നമ്മൾ ടി കണ്ടുപിടിക്കണം. അപ്പോൾ ടി കണ്ടുപിടിക്കുകയാണെങ്കിൽ ഈ ഒരു പറയുന്ന ഇതാണ് അതിൻ്റെ ഹിൻറ്റ്. ദ വർക്കർ ഏൺസ് അറ്റ് ദ റേറ്റ് 50% എ ബോണസ് ഓഫ് ₹2. അതായത് ആ വർക്കർക്ക് 2 രൂപ ബോണസ് കിട്ടുന്നുണ്ട്. ഈ ബോണസ് ഏതിൻ്റെ മേലെയാണ് നമ്മൾ അപ്ലൈ ചെയ്യൽ? ടൈം സേവ്ഡിൻ്റെ മേലെയാണ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത് ഹോൾസെയിൽ പ്ലാൻ ആയാലും റോവൻ പ്ലാൻ ആയാലും ബോണസിൻ്റെ എമൗണ്ട് ടൈം സേവ്ഡിൻ്റെ മേലെയാണ് കണ്ടുപിടിക്കുക. സോ ഇവിടുത്തെ ടൈം സേവ്ഡിൻ്റെ മേലെ ₹2 ബോണസ് ആ എംപ്ലോയിക്ക് കിട്ടുന്നുണ്ട്. ആ ബോണസിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് 50%, ആ ബോണസിൻ്റെ എമൗണ്ട് എന്ന് പറയുന്നത് 2 ഇത് ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് ടിയിലേക്ക് എത്താൻ പറ്റും എന്നുള്ളത് നോക്കാം. സോ ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുക, ഇക്വേഷൻ എഴുതുക. ദെൻ അതിന് ശേഷം ഹിയർ ദ ടൈം ടേക്കൺ ടു കംപ്ലീറ്റ് ദ ജോബ് ഇസ് നോട്ട് ഗിവൺ, ദാറ്റ് ഇസ് ടി ഇസ് നോട്ട് ഗിവൺ. സോ ദ ടി ഈസ് കാൽക്കുലേറ്റഡ് ബൈ യൂസിങ് this hint, that is the bonus is ₹2, which is 50% of the time saved. Time saved in 50% ആണ് ബോണസ്. സോ ടൈം സേവ്ഡ് is taken as x here. ടൈം സേവ്ഡ് നമുക്ക് അറിയില്ല. ടൈം സേവ്ഡ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, നമുക്ക് ആക്ച്വൽ ടൈം ടേക്കൺ കിട്ടും. ദെൻ സ്റ്റാൻഡേർഡ് ടൈം ഈസ് ഗിവൺ ഇൻ ദ ക്വസ്റ്റ്യൻ ഇറ്റ് സെൽഫ്. അപ്പോൾ ടൈം സേവ്ഡ് എക്സ് ആയിട്ട് ട്രീറ്റ് ചെയ്യുക. ഈ എക്സിൻ്റെ 50% ആണ് ഈ ₹2 എന്ന് പറയുന്നത്. സോ എക്സ് ഇൻറ്റു 50% ഈസ് ഈക്വൽ ടു ₹2. സോ ടൈം സേവ്ഡ് ഓർ എക്സ് ഈസ് ഈക്വൽ ടു ഇതിനെ നേരെ എന്താ പറയുക റെസിപ്രോക്കൽ ചെയ്ത് കഴിഞ്ഞാൽ 2 ഇൻറ്റു 100 divided by 50, that is equal to 200 divided by 50, that is equal to 4. So time saved എന്ന് പറയുന്നത് 4 hours. ഇവിടുത്തെ ടൈം സേവ്ഡ് 4 hours ആണ് നമുക്ക് മനസ്സിലായി. ദെൻ ക്വസ്റ്റ്യനിൽ സ്റ്റാൻഡേർഡ് ടൈം തന്നിട്ടുണ്ട്. സ്റ്റാൻഡേർഡ് ടൈം 10 hour ആണെന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ടൈം സേവ്ഡ് 4 hours ആണ് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും, ആക്ച്വൽ ടൈം ടേക്കൺ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും ഇല്ലേ. സോ ആക്ച്വൽ ടൈം ടേക്കൺ എന്ന് പറയുന്നത് എന്താണ്, സ്റ്റാൻഡേർഡ് ടൈം എന്ന് എന്ത് കുറക്കണം, സ്റ്റാൻഡേർഡ് ടൈം എന്ന് എന്ത് കുറക്കണം, ടൈം സേവ്ഡ് കുറച്ച് കഴിഞ്ഞാൽ ആക്ച്വൽ ടൈം ടേക്കൺ കിട്ടും. സ്റ്റാൻഡേർഡ് ടൈം 10 hour ആണ്. ദെൻ ടൈം സേവ് ചെയ്തത് 4 hour ആണ്. അപ്പോൾ അത് രണ്ടും ഉപയോഗിച്ചാൽ നമുക്ക് എന്ത് കിട്ടും, ആക്ച്വൽ ടൈം ടേക്കൺ കിട്ടും. സോ ഈ ടൈം സേവ്ഡ് എന്ന് പറയുന്നത് S-T ആണല്ലോ. അതായത് സ്റ്റാൻഡേർഡ് ടൈം എന്ന് ആക്ച്വൽ ടൈം മൈനസ് ചെയ്തതിനാണ് ടൈം സേവ്ഡ് കിട്ടുക. സോ S-T ഈസ് ഈക്വൽ ടു 4. അതായത് നമ്മളിവിടെ 4 ആണ് ഇപ്പോൾ ടൈം സേവ്ഡ് കണ്ടുപിടിച്ചിട്ടുണ്ട്. സോ എസ് ഇസ് ഗിവൺ 10 മൈനസ് ടി ഇസ് ഈക്വൽ ടു 4. ദെർഫോർ ആക്ച്വൽ ടൈം ടേക്കൺ ഓർ ടി ഇസ് ഈക്വൽ ടു 10 മൈനസ് 4, ദാറ്റ് ഇസ് ഈക്വൽ ടു 6 hours. അപ്പോൾ ഇവിടെ എന്ത് കിട്ടി, ആക്ച്വൽ ടൈം ടേക്കൺ 6 hours ആണെന്ന് മനസ്സിലായി. സ്റ്റാൻഡേർഡ് ടൈം അലൗഡ് ഫോർ ദ ജോബ് ഇസ് 10 hour ആണ്. ടൈം സേവ്ഡ് 4 hours ആണ്. റേറ്റ് പെർ അവർ ₹1 ആണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുക, ഈ മെയിൻ ഇക്വേഷനിൽ അപ്ലൈ ചെയ്യാം. ടോട്ടൽ ഏർണിങ്സ് അണ്ടർ റോവൻ പ്ലാൻ ഇസ് ഈക്വൽ ടു ടി ഇൻറ്റു ആർ. അപ്പോൾ ടി എന്ന് പറഞ്ഞാൽ ആക്ച്വൽ ടൈം ടേക്കൺ, ദാറ്റ് ഇസ് കാൽക്കുലേറ്റഡ്, ദാറ്റ് ഇസ് 6 ഇൻറ്റു 1 പ്ലസ് എസ് മൈനസ് ടി ഡിവൈഡ് ബൈ എസ്. എസ് മീൻസ് 10 മൈനസ് 6 ഡിവൈഡ് ബൈ 10 ഇൻറ്റു 6 ഇൻറ്റു 1. ടി സ്റ്റാൻഡ്സ് ഫോർ അഗെയിൻ ആക്ച്വൽ ടൈം ടേക്കൺ 6 ഇൻറ്റു 1. So 6 into 1 equal to 6. 6 plus 4 by 10 into 6. 6 plus 4 by 10 into 6. So that is equal to 6 plus 4 by 10 എന്ന് പറയുന്നത് 0.4 ആണ്. 0.4 into 6. 0.4 into 6 എന്ന് പറഞ്ഞാൽ 2.4 ആണ്. ഈ 2.4 6നോട് കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 8.4 ആണ്. അപ്പോൾ റോവൻ പ്ലാൻ പ്രകാരം ആ എംപ്ലോയിക്ക് കിട്ടുന്ന ടോട്ടൽ ഏർണിങ്സ് എന്ന് പറയുന്നത് 8.4 ആണ്. മനസ്സിലായോ? സോ ടോട്ടൽ ഏർണിങ്സ് അണ്ടർ റോവൻ പ്ലാൻ ഇസ് ഈക്വൽ ടു 8.4, that is ₹8.04. So in this way we are able to calculate the total earnings and amount of bonus under Rowan plan. So this is about Rowan plan. I hope you all are clear with my explanation. Keep watching, do support for me. Thank you.